വെൽക്കം ടു ചന്ദ്രൂസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അവിയൽ. നമ്മുടെ സദ്യയുടെ പ്രധാനപ്പെട്ട ഒരു ഡിഷാണ് അവിയൽ. അതുപോലെ നമ്മൾ വിശേഷാവസരങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. എല്ലാ വെജിറ്റബിൾസും നമുക്കിതിൽ ആഡ് ചെയ്യാം. കുക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. നമുക്കതിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കാം. നമുക്ക് ഒരു വിധം എല്ലാ വെജിറ്റബിൾസും എടുക്കാം. നീളത്തിൽ സ്ലൈസ് ചെയ്താണ് എടുക്കേണ്ടത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തക്കാളി, ചേമ്പ്, ചേന, ഉരുളക്കിഴങ്ങ്, പടവലങ്ങ, കുമ്പളങ്ങ, പച്ചക്കായ, ക്യാരറ്റ്, വെള്ളരി, പാവയ്ക്ക, മുരിങ്ങക്കായ. ഇനി നമുക്ക് മറ്റ് വെജിറ്റബിൾസൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അരപ്പിനായിട്ട് എടുത്തിരിക്കുന്നത് തേങ്ങ ചിരകിയത് ഒരു മുറിയുടെ പകുതി, 2 ചുവന്നുള്ളി, 2 പച്ചമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം. പിന്നെ ഇഷ്ടമുള്ളവർക്ക് റെഡ് ചില്ലി പൗഡറും ചേർക്കാം. ഇത് നമ്മളൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് ആവേണ്ട, ഒരു കോസ് ഫോമിൽ ചതച്ചെടുക്കാം. അപ്പോൾ ഇത് ചതച്ചെടുക്കുമ്പോൾ റെഡ് ചില്ലി ആവശ്യമുള്ളവർക്ക് ചേർക്കാം. ഇവിടെ എല്ലാ വെജിറ്റബിൾസും കൂടെ ഒരു ഉരുളിയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം അധികമായി പോകരുത്, കാരണം അധികം വെന്ത് കലങ്ങി പോകരുത്. ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ വയ്ക്കും. ഇവിടെ തക്കാളി ഒഴിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ വേവിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അരപ്പിനായിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. പിന്നെ വെളുത്തുള്ളി, ചില സ്ഥലങ്ങളിൽ വെളുത്തുള്ളി ചേർക്കും. അപ്പോൾ അതും ഇഷ്ടമുള്ളവർക്ക് അതും അരപ്പിൽ ഉപയോഗിക്കാം. നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നോക്കിയിട്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് തുറന്ന് നോക്കി പതുക്കെ ഇളക്കി കൊടുക്കണം. കഷ്ണം വെന്ത് ഉടഞ്ഞു പോകരുത്. ഒരുവിധം വേവാകുമ്പോൾ നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ തക്കാളിയുടെ ചേർത്ത് കൊടുക്കാം. ഒരു 1 മിനിറ്റ് കൂടെ വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അധികം അരയരുത്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും പച്ചമുളക്, ജീരകം, അല്പം ചില്ലി പൗഡർ, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കഷ്ണം വല്ലാണ്ട് നമ്മൾ ഇളക്കുമ്പോൾ അത് ഉടഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. കാരണം കഷ്ണങ്ങൾ ഉടഞ്ഞാൽ അതിൻ്റെ അവിയലിൻ്റെ ഒരു ഭംഗി പോകും.
സിം മോഡിൽ തന്നെ ഇട്ടിട്ട് ഒരല്പനേരം വയ്ക്കും. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ നമുക്കത് ഇടയ്ക്ക് ഇളക്കുമ്പോൾ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പൂടെ ആവാം. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അവിയൽ ഏകദേശം ആയിട്ടുണ്ട്. പുളി നോക്കിയിട്ട് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ. നമ്മുടെ അവിയലിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. ഇതതിൻ്റെ ടേസ്റ്റ്. വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ വളരെ ടേസ്റ്റിയാകും. ഇതിലേക്ക് അല്പം കറിവേപ്പില, ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ അവിയൽ റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കാം. വളരെ ടേസ്റ്റിയായ, നമ്മൾക്ക് മലയാളികൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഓണക്കാലത്തൊക്കെ നമ്മളെപ്പോഴും അതുപോലുള്ള വിശേഷാവസരങ്ങളിൽ ഉണ്ടാക്കുന്നതാണ് അവിയൽ. Enjoy the recipe. Don't forget to like and subscribe. Thank you.